കടയിൽ നിന്ന് മിക്സ്ചർ വാങ്ങിച്ച് മടുത്തോ? എന്നെങ്കിൽ നമുക്ക് കുറച്ച് വീട്ടിലുണ്ടാക്കിയാലോ. സ്പൈസി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കടലമാവ് ചൂടാക്കാൻ വെച്ചേക്കുവാണ്. ഒരു 3 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും പിന്നെ ഉപ്പ് അതിനെത്രയാണോ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളത്തിന് കണക്കില്ല. മാവ് സോഫ്റ്റ് ആവുന്നതിനാവശ്യമായിട്ടുള്ള സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഇത്രത്തോളം സോഫ്റ്റ് ആയാൽ മതി. ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഏത് പാനാണെങ്കിലും എടുക്കാം. അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാനിവിടെ കപ്പലണ്ടി വറുക്കുവാണ്. പെട്ടെന്ന് തന്നെ കപ്പലണ്ടി വറുത്ത് കോരാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് കപ്പലണ്ടി കോരി എടുക്കാം. ഇനി അടുത്തത് നമുക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പൊട്ടുകടലയും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ്. ഇനി നമുക്ക് വെളുത്തുള്ളി ചതച്ചത്, തൊലി കളയാതെ ചതച്ച വെളുത്തുള്ളി ഒരു 4-5 മിനിറ്റെങ്കിലും അത് ഫ്രൈ ആയി വരണം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ചെറിയ സേവനാഴിക്കകത്തോട്ട് ഞാൻ നമ്മൾ കുഴച്ച് വെച്ച മാവിട്ട് കുറച്ചായിട്ട് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. പെട്ടെന്ന് തന്നെ അത് 1 മിനിറ്റ് പോലും വേണ്ടി വരത്തില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. അങ്ങനെ കുഴച്ച് വെച്ച എല്ലാ മാവും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കിയ സേവ് പൊടിച്ചതാണ്, ഞാനത് ചെറുതായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ക്രഷ് ചെയ്ത് സേവിനകത്തോട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങയൊക്കെ, കറുത്ത മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ. ഞാനിപ്പോൾ ഇതേ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ മുളക് പൊടിയും കൂടെ കുറച്ചും കൂടി ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരിവിന് വേണ്ടിയിട്ടാണ്. ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സേവെല്ലാം ഏകദേശം ഒന്ന് പൊടിഞ്ഞോളും. ഞാനാണെങ്കിൽ ബൂന്തി ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു. ബൂന്തിയും പിന്നെ നമ്മുടെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നല്ല മിക്സായിട്ട് വരണം, അതുകൊണ്ടായിരിക്കുമല്ലോ മിക്സ്ചർ എന്നുള്ള പേര് വന്ന്. നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പം ശരി, ഓക്കെ.